ഒരാൾക്ക് നമ്മളെ വെറും നിസ്സാരമായി പറ്റിക്കാൻ കഴിയുമെങ്കിൽ അതൊരിക്കലും അവരുടെ സാമർഥ്യമല്ല, അവരെ നമ്മൾ അത്രമേൽ വിശ്വസിച്ചിരുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. എന്തിനാണെന്ന് പോലും അറിയാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഉരുകിയൊലിക്കുന്ന മെഴുകുതിരി ആകാതെ നിങ്ങൾക്ക് വേണ്ടി കത്തിജ്വലിക്കുന്ന തീപ്പന്തമാകുക. ജീവിതത്തിൽ എത്ര വിട്ടുവീഴ്ച ചെയ്താലും അകലാൻ ഉള്ളതെല്ലാം അകലും. പക്ഷേ അടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ഒരു വഴി കണ്ടെത്തി അടുത്തുകൊണ്ടിരിക്കും. അതാണ് യഥാർത്ഥ സ്നേഹം. തനിയെ തുടങ്ങുന്ന യാത്രയാണ് ജീവിതം. വഴിയിൽ പലരും കൂടെ കൂടും. ചിലർ ചിരിപ്പിക്കും, ചിലർ കരയിപ്പിക്കും. അവസാനം യാത്ര അവസാനിക്കാൻ നേരം നമ്മൾ വീണ്ടും ഒറ്റയ്ക്കാവും. അതുകൊണ്ട് സ്വയം ജീവിക്കാൻ മറക്കരുത്. കൂടെയുള്ളവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പലപ്പോഴും നമ്മൾ വേണ്ടാന്ന് വയ്ക്കുന്നവരാണ്. പിന്നീട് ഒരിക്കലും അത് നേടാൻ കഴിയാതെ നമ്മൾ ഉള്ളിൽ 1000 തവണ കരഞ്ഞിട്ടുണ്ടാവും. ഒരു കാര്യം ആലോചിക്കണം. ഇനിയും സ്വന്തം ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വയ്ക്കാൻ പോകുമ്പോൾ നമുക്ക് വേണ്ടി ആരും അവരുടെ ഇഷ്ടങ്ങൾ മാറ്റി വയ്ക്കുന്നില്ല എന്ന കാര്യം കൂടെ ചിന്തിക്കണം. കാലം നമുക്ക് സമ്മാനിക്കുന്നത് ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങളാവാം. ആ തീച്ചൂളയിൽ വെന്തുരുകാതെ പിടിച്ചു നിൽക്കണം. ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാൻ കിട്ടുന്ന ഓരോ അനുഭവങ്ങളും ഓരോ പാഠങ്ങളാണ്. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ അത് ഓർമ്മയിലുണ്ടാവണം. നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്ന് സംസാരിക്കാം. അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞതൊക്കെ നമുക്കെതിരെയുള്ള ആയുധമായി മാറും. എപ്പോഴും വേദനിക്കുന്ന ഹൃദയം പെട്ടെന്നൊന്നും തകരില്ല. എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാൻ അത് കരുത്ത് നേടിയിരിക്കും. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകളുണ്ടായിട്ടും ഒരുപാട് പേർ ഇന്നും പുഞ്ചിരിയോടെ ജീവിക്കുന്നത്. നിങ്ങളുടെ ബന്ധുക്കളെ ആശ്രയിക്കാൻ ഒരിക്കലും ധൈര്യപ്പെടരുത്. കാരണം മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ അവരുടെ ആശ്രിതനും ദുർബലനുമാക്കുന്നു. തൻ്റെ ചിന്തകളാണ് ശരിയെന്നും താൻ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും താൻ ആഗ്രഹിക്കുന്നത് പോലെ നടക്കണമെന്നും ചിന്തിക്കുന്നവരാണ് കൂടുതൽ പേരും. എന്തെങ്കിലും കാരണം കൊണ്ട് അങ്ങനെ നടക്കാതെ വരുമ്പോൾ അതവരിൽ കൂടുതൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി പരമാവധി ശ്രമിക്കുക. നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ചെയ്യുക. നിങ്ങളുടെ പരിശ്രമങ്ങളിൽ മികവ് പുലർത്തുന്നതിലൂടെ നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുക. ചില നഷ്ടങ്ങളുടെ വേദന തിരിച്ചറിയുമ്പോഴേക്കും കാലം ഒത്തിരി കടന്നുപോയിരിക്കും. അപ്പോഴേക്കും നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാവുന്നതിലും ദൂരത്തേക്ക് ആ നഷ്ടവും അകന്നു പോയിട്ടുണ്ടാവും. നമ്മുടെ വ്യക്തിത്വം മികവുറ്റതാകുന്നത് സ്വയം വിലയിരുത്തലുകളും വിമർശനങ്ങളും നടത്തുമ്പോഴാണ്. വിട്ടുപോകാൻ നിർബന്ധം പിടിക്കുന്നവരെ പിടിച്ചു നിർത്താതെ സ്വതന്ത്രമാക്കി വിടുന്നതിലാണ് നിങ്ങളുടെ മഹത്വം. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതൊന്നും ദൈവം നിങ്ങളെ ഏൽപ്പിക്കില്ല എന്ന വിശ്വാസത്തോടെ പ്രവർത്തിക്കുക. സഹായിച്ചവരെ ഒരിക്കലും മറക്കരുത്. ചതിച്ചവരോട് പ്രതികാരവും അരുത്. ഒന്ന് മാത്രം ഓർമ്മയിൽ സൂക്ഷിക്കുക. ചതിക്കാനും സഹായിക്കാനും ആർക്കും രണ്ടാമതൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ദുഃഖിച്ചവനെ കണ്ണീരിൻ്റെ വിലയറിയൂ. സ്നേഹിച്ചവനെ സ്നേഹം എന്താണെന്നറിയൂ. അനുഭവിച്ചവനെ അനുഭവം എന്താണെന്നറിയൂ. വിശക്കുന്നവനെ വിശപ്പിൻ്റെ വില അറിയൂ. ഇതെല്ലാം അറിയുന്നവനെ മനുഷ്യരെന്താണെന്നറിയൂ. നേരം പോക്കിന് വേണ്ടിയോ സ്വന്തം ആഗ്രഹം നേടാൻ വേണ്ടിയോ ആരും ആരെയും സ്നേഹിക്കാതിരിക്കുക. അവർ പറ്റിക്കപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഉതിർന്നു വീഴുന്ന കണ്ണുനീർ തുള്ളികളുടെ ശാപം ചിലപ്പോൾ ജീവിതാവസാനം വരെ പിന്തുടർന്നുകൊണ്ടിരിക്കും.